next we are going to take our 11th chapter, मेरी आवाज़ ही पहचान है. मेरी आवाज़ ही पहचान है means my sound is my identity. My sound is my identity. Okay, so my dears, through this chapter we are learn about the famous singer or musician भीमसेन जोशी. पंडित भीमसेन जोशी के बारे में पढ़ता है. ठीक है. सो इस पाठ से हम सीखते हैं आत्मविश्वास और समर्पण, त्याग, गुरु भक्ति, लक्ष्य निर्धारण, कर्तव्य बोध, सादगी, बोलापन, दृढ़ प्रतिज्ञा, व्यवस्थित कार्यशैली अपनाना आदि. That means self-confidence. Through this chapter we are studied about that means we get a message. Okay, through this chapter, that is Atmavishwas. Atmavishwas means self-confidence. Samarpan means dedication. Guru Bhakti, Lakshya Nirdharan means നമുക്കൊരു ലക്ഷ്യമുണ്ടാവുക. കർത്തവ്യബോധ, we want to know about our duty, that is കർത്തവ്യബോധ. Okay. The next സാധകി, ബോലാപ്പൻ, ദൃഢപ്രതിജ്ഞ, തുറന്ന് പറയുക എന്നുള്ളത്. ഓക്കെ, തുറന്ന് പറയുക എന്നുള്ള ഒരു പ്രവൃത്തി. ദ നെക്സ്റ്റ് വ്യവസ്ഥിത കാര്യശൈലി അപ്നാന മീൻസ് നിഷ്ഠയുള്ള ശൈലി. ഓക്കെ, ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിനും അതാത് പ്രോപ്പർ ടൈം വെച്ചിട്ട് ഓക്കെ അങ്ങനെയുള്ള അതാത് സമയത്ത് അതാത് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് വ്യവസ്ഥിത കാര്യശൈലി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ ഷാൽ വി സ്റ്റാർട്ട് ദ ചാപ്റ്റർ? ഓക്കെ. മിലെ സുർ മേരാ തുമാരാ तो सुर बन जाए हमारा और देश राग जैसे राष्ट्रीय प्रस्तुतियों के आइकॉन पंडित भीमसेन जोशी भारत की पहचान है. हमारे देश का सबसे बड़ा नागरिक सम्मान भारत रत्न है. उन्हें 2008 में इससे नवाजा गया. भारत रत्न से पहले उन्हें पद्मश्री, पद्म भूषण एवं पद्म विभूषण से सम्मानित किया गया था. സോ മൈ ഡിയർ ചിൽഡ്രൻ, ഈ പാഠത്തിലൂടെ നമ്മൾ ഭാരതത്തിൻ്റെ തന്നെ ഐഡൻറ്റിറ്റി ആയ പണ്ഡിറ്റ് ഭീമസെൻ ജോഷിയെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, സോ മിലെ സുർ മേരാ തുമാരാ तो सुर बन जाए हमारा और देश राग आदि राष्ट्रीय प्रस्तुतियाँ मीन्स പ്രസൻറ്റേഷൻസ്. ഓക്കെ, പൊളിറ്റിക്കൽ പ്രസൻറ്റേഷൻസ് കെ ഐക്കോൺ, അതിൻ്റെ എല്ലാം ഐക്കോൺ ആയിട്ടുള്ള പണ്ഡിറ്റ് ഭീമസെൻ ജോഷിയെ കുറിച്ചാണ് പഠിക്കുന്നത്. അദ്ദേഹം ഭാരതത്തിൻ്റെ തന്നെ ഒരു ഐഡൻറ്റിറ്റിയാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹം നമ്മുടെ ഭാരതത്തിൻ്റെ തന്നെ ഭാരതത്തിൻ്റെ ഒരു ഐക്കോൺ എന്ന ഒരു രീതിയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഓക്കെ, ഹമാരെ ദേശ് കാ സബ്സെ ബഡാ നാഗരിക സമ്മാൻ, നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു ആദരവാണ് ഭാരത് രത്ന എന്ന് പറയുന്നത്. അത് നേടിയിട്ടുള്ള ആളാണ്, ഭാരത് രത്ന നേടിയിട്ടുള്ള ആളാണ് നമ്മുടെ പണ്ഡിറ്റ് ഭീമസെൻ ജോഷി. ഓക്കെ, ഉനേം 2008 में इससे नवाजा गया. അദ്ദേഹത്തിന് 2008 ഭാരത് രത്ന അവാർഡ് ലഭിക്കുന്നത്. ഓക്കെ, ഭാരത് രത്ന സെ പെഹലെ, ഭാരത് രത്ന ലഭിക്കുന്നതിന് മുൻപേ ഉനേം പത്മശ്രീ, പത്മഭൂഷൺ एवं പത്മവിഭൂഷൺ സെ സമ്മാനിത് കിയാ ഗയാ ഥാ. അദ്ദേഹത്തിന് ഭാരത് രത്ന ലഭിക്കുന്നതിന് മുമ്പേ തന്നെ പത്മശ്രീയും പത്മഭൂഷണും അതുപോലെ പത്മവിഭൂഷണും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. Okay, my dears, so first paragraph is understood. So shall we move to next? Okay. ऐसे महान भारत पुत्र के जीवन पर नादपुत्रा नामक पुस्तक स्वयं उनके पिता ने लिखी है. पिता के द्वारा अपने बेटे के बारे में किताब लिखने का उदाहरण विरले ही होंगे. നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിന് വേണ്ടി ഒരു പുസ്തകം എഴുതിയുണ്ടാക്കിയെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ അച്ഛനാൽ എഴുതപ്പെട്ടു. റിട്ടൺ ബൈ ഹിസ് ഫാദർ, ഹിസ് ഓൺ ഫാദർ. ഓക്കെ, സോ
അങ്ങനെയുള്ളൊരു സംഭവം നമ്മുടെ ചരിത്രത്തിൽ തന്നെ വളരെ വിരളമാണെന്നാണ് പറയുന്നത്. മകനെക്കുറിച്ച് അച്ഛൻ പുസ്തകം എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ആ പുസ്തകത്തിൻ്റെ പേരാണ് നാദപുത്ര. എന്താണ്? നാദപുത്ര. ഓക്കെ, അപ്പോൾ അത് ആരാണ് എഴുതിയത്? അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് എഴുതിയത്. ആരെ കുറിച്ചാണ് അതിൽ എഴുതിയിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ പുത്രനായ പണ്ഡിറ്റ് ഭീമസേൻ ജോഷിയെ കുറിച്ചാണ് അതിൽ എഴുതിയിരിക്കുന്നത്. So my dears, I hope you understood second paragraph also. Okay.